Hey everyone, welcome back to yet another episode. അപ്പോൾ ഇന്നത്തേത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ദാറ്റ് ഈസ് ഐ ആം ഗിവിങ് മൈ ഹസ്ബൻഡ് എ മേക്ക് ഓവർ. അപ്പോൾ ഇതുവരെ ഞാനിങ്ങനെ നമ്മുടെ മേക്ക് ഓവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഗേൾസിൻ്റെ കസിൻസിൻ്റെ ഒക്കെ. പക്ഷേ ആൺകുട്ടികളുടെ മേക്ക് ഓവർ ഇതുവരെ ചെയ്തിട്ടില്ല. മേക്കപ്പ് ഒന്നുമല്ല, ലൈക്ക് ബിയേർഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് അതിൻ്റെ ഒരു സെറ്റാക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ പ്രോസസ്സ്, അത് എങ്ങനെ ചെയ്യണം ഇതൊന്നും എനിക്കറിയത്തില്ല. ചെയ്ത് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ഹൗ ടു ഗെറ്റ് എ മേക്ക് ഓവർ ഫോർ ബിയേർഡ് എന്നൊക്കെ അടിച്ച് നോക്കിയിട്ട് എന്തൊക്കെയോ പഠിച്ചു വെച്ചേക്കുന്നത് മാത്രമാണ്. അപ്പോൾ നന്നാവാൻ 10%, കുളമാവാൻ 90% ചാൻസസ് ഉണ്ട്. പക്ഷേ എന്നിലുള്ള വിശ്വസ്തത കാരണം ഒരാൾ ഇരുന്ന് തന്നിട്ടുണ്ട്. ഒറ്റ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, തലമുടിയിൽ തൊടരുത്. താടിയിൽ എന്ത് വേണേലും ചെയ്തു, തലമുടിയിൽ തൊടരുത് എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു വാക്കിൻ്റെ പുറത്ത് ഈ താടി ഇന്ന് എനിക്കുള്ളതാണ്. അപ്പം നമുക്ക് ഒരു മേക്ക് ഓവർ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ച് വരച്ചിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ അതെങ്ങനെ വരും എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ലുക്ക് ഇങ്ങനെയാണ്, അത്യാവശ്യം നല്ലതായിട്ട് കിളിച്ച് നിൽക്കുക. അപ്പോൾ ഇതിലാണ് ഞാൻ ഇന്നൊരു താജ്മഹൽ പണിയാൻ പോകുന്നത്. ഇതെങ്ങനെ വരും എന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല, കാരണം ഇത് ഉപയോഗിച്ച് എനിക്ക് പരിചയമില്ല. പക്ഷേ ചെയ്യും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എന്നിലുണ്ട്. എവിടെയോ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടാ? ഞാൻ ചെയ്യും നല്ലപോലെ വൃത്തിയായിട്ട് ചെയ്യും. പക്ഷെ എനിക്കിതുവരെ ചെയ്തറിയില്ല. ഓക്കെ, മുടിയിൽ ഞാൻ തൊടൂല, താടിയിൽ മാത്രം. എന്താ ക്യാമറ തുടങ്ങുമ്പോൾ ഇയാൾക്ക് എന്താ അടിയിടണ്ടാത്തേ? എൻ്റെ പണിയായുധങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയുമാണ് പണിയായുധങ്ങൾ. അതിൽ ഇത് 3, 4, 5, 6, 7 എഴുതിയിട്ടുണ്ട്. അങ്ങനെ 10, 12 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല, ഇത് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു കാജൽ എടുത്തിട്ട് വരുന്നുണ്ട്, ആ ഒരു ലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പണി ആയുധങ്ങൾ. ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം നമുക്കിതൊന്ന് തിക്നെസ് കുറയ്ക്കണം. അതായത് ഇവിടെ കുറച്ചധികം തിക്നെസ്, ഇടയ്ക്ക് സംസാരിക്കട്ടോ, ഞാൻ ഒരു മൈക്ക് തന്നായിരുന്നല്ലോ, ഇടയ്ക്ക് ഈ ഒരു തിക്നെസ് കുറയ്ക്കണം. അപ്പം 3, 7 നമുക്ക് ഇതിൻ്റെ വർക്കിങ് നോക്കാം. 3 കുഴപ്പമില്ലല്ലോ അല്ലേ? ഞാൻ ഇതുവരെ എടുത്തില്ല. ഓക്കെ, ഇപ്പം മനസ്സിലായി. ഇത്രയും വിശ്വാസമുള്ള ഒരു ഭർത്താവിനെ എനിക്ക് എവിടെ നിന്ന് കിട്ടും വേറെ? കണ്ടാൽ വാവ് എന്ന് പറയണം കേട്ടോ. പറഞ്ഞിരിക്കും. ഇച്ചിരി കൂടെ കുറയ്ക്കാം അല്ലേ? ഇതിൽ തൊടണ്ടാന്നാ? ഒരു ബാക്ക് വ്യൂവും കൂടെ നോക്കണം. കൊള്ളാം. നിക്ക്, ഒന്ന് നേരെ നിന്നാ ഞാൻ നോക്കട്ടെ. ഇത്രയും കൂടെ സിമെട്രി ആവാനുണ്ട്. എനിക്ക് ആക്ച്വലി കണ്ണ് കാണുന്നില്ല, കണ്ടിട്ട് പറയാം. ശരിയെന്നാ, ഉമ്മപ്പാലേക്ക് 2 ഇതെന്തോ ചെയ്യും. എനിക്ക് ആക്ച്വലി കുത്തിത്താടി എടുക്കണമെന്നുണ്ടായിരുന്നു മനസ്സിൽ. എല്ലായിടത്തല്ലോ നീ ഇങ്ങനെയാണ് കൊടുക്കുക? എന്തിനാ ഇത് ഫുള്ള്? അല്ല പിന്നെ വഴക്കിട്ട് പറഞ്ഞേക്കാം. അങ്ങ് എടുത്ത് ഒറ്റ ഇട്ടിട്ട് കുറച്ച് പണിയെടുക്കാൻ വയ്യാത്തോണ്ട് പിന്നെ കൊളാതാക്കുന്നില്ല. ഇത് എന്റെ താടിയാങ്കി എനിക്കറിയാം ചെയ്യണത്. എവിടെ ലൈന് മറ്റേതൊക്കെ എന്തൊക്കെ
ഇനിയിപ്പോ എന്തിനാണ് ആര് പറഞ്ഞേ നടങ്ങ് തിക്നെസ് പറഞ്ഞിട്ട് എപ്പോഴും കുറെ തിക്നെസ് ആയിട്ട് നടക്കും ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. ഇതൊക്കെയാണോ പ്രേക്ഷകർക്ക് നിന്നെ കാണിക്കും, നിന്നെ കാണുന്നില്ല. എവിടെ ഉണ്ട് ഇതൊക്കെയാണോ? ഇനിയിപ്പോ എന്തേലും ആക്ക്. എന്താണോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ ഭർത്താക്കന്മാർക്ക് ആദ്യം വേണ്ട. ആ ഓക്കെ ആണോ ഒന്ന് നോക്കിയേ. നീ ചെയ്യ്. മാറ്. മിക്കവാറും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല അടിയാവാൻ ചാൻസ് ഉണ്ട്. ഇയാളെ സമ്മതിച്ചിട്ടാവുന്നിരുന്നു എന്നിട്ട് ഇപ്പൊ തെണ്ടിത്തര പറയുന്നത്. മിക്കവാറും ഇത് അടിയിൽ അവസാനിക്കാനാ. ഈ ഇത് കറക്റ്റ് ആണോ? എനിക്കല്ല, നീ പറ, നീയല്ല മെയിന്. ഇനി മുകളിലൊക്കെ നിക്കുന്ന നോട്ട് ബാഡ് മോനെ, ഒരു ഗുണ്ട ലുക്കുണ്ട്. ഇത് ഇത് മറ്റേ ഗുണ്ടകളോടാണോ ഈ പ്രണയം? അല്ല, ഒരു റൗഡി പയ്യ, മാസ് പയ്യ. മീഷോക്കെയാ? ഇവിടെ നിനക്ക് രോമമില്ല, അതാ പ്രശ്നം. അതിന്റെ പ്രശ്നമാണ്. അതിന്റെ പ്രശ്നം നോക്കട്ടെ, ബാക്കിയെല്ലാം നോക്കട്ടെ. ഞാൻ അതില് ഇനിയിപ്പോ അത് വൃത്തിയാക്കിട്ട് വാ. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. നോക്ക്, സ്ക്രീനിൽ കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് പ്രശ്നം എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഈ ഒരു ലൈനും ഒരു സിമെട്രി വന്നില്ല അല്ലേ? അതെ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി ഇച്ചിരി എന്തോ ചെയ്ത് വൃത്തിയാക്കിയാൽ മതി. ആരുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ ദേഷിക്കാത്തവരെ വേണം ട്രൈ ചെയ്യാൻ. ദേഷിക്കുന്നവരാണെങ്കിൽ അടി കിട്ടിയിട്ട് എന്നെ ഒന്നും പറയാൻ പാടില്ല. ഇതുപോലെ കുറച്ച് ദേഷ്യം കുറവുള്ളവരാണെങ്കിൽ നമുക്ക് അടിയൊന്നും കിട്ടില്ല. ഇത്തിരി നമ്മൾ എന്തെങ്കിലും പറയുമെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അത് ശരിയാക്കാൻ പോയിക്കോളും. സോ ഇറ്റ് വാസ് ജസ്റ്റ് എ ഫൺ വീഡിയോ. എന്തായാലും ആള് ട്രിം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വൈ നോട്ട് ഐ ലൈക്ക് ഡു സംതിങ് ഫോർ ഹിം എന്നുള്ള ഒറ്റ തോട്ടിൽ വന്നതാണ്. പിന്നെ എനിക്ക് ബ്രദേഴ്സ് ഇല്ല, അതുകൊണ്ട് പിന്നെ വാപ്പിയുടെ താടിയിലൊന്നും ഞാൻ കളിച്ചിട്ടുമില്ല. കാരണം പുള്ളി ഇങ്ങനെ ഒന്നും വെച്ചുകൊണ്ട് നടക്കത്തില്ല, ഒന്നെങ്കിൽ ഫുൾ ക്ലീൻ ഷേവ് മാത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ കസിനുണ്ട്, ഇക്കാടേനകത്ത് ഹെയറും താടിയൊന്നും നമ്മുടെ കൈ പോലും തൊടാൻ സമ്മതിക്കൂല. അതുകൊണ്ട് ആ ഒരു അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അതിലും പണിതേനെ. അപ്പോൾ ആകെ പിന്നെ കിട്ടിയൊരവസരം പുള്ളിയുടെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നിലെ ഒരു കലാകാരി ഉണർന്നു, അതെന്താണെന്നറിയാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആളിപ്പോൾ ശരിയാക്കാൻ പോയിട്ടുണ്ട്. ശരിയാക്കി വന്നതിന് ശേഷമുള്ള ഫോട്ടോയിൽ ഞാൻ ഇത് ചെയ്യാം. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല, ജസ്റ്റ് കുറച്ചൊരു സിമെട്രി ഇഷ്യൂസ് ഉണ്ട്. അത് മേ ബി രണ്ടാമത്തെ സമയമാകുമ്പോൾ ഞാൻ ഓക്കെ ആക്കും. So that's it. I hope you like this video. I hope you guys also enjoyed like we did. അപ്പോൾ see you on my next video.
എന്നിട്ട് ഇതാണ് അവസ്ഥ. ഇനി ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ ബൈ. ഇതാണ് ആള് പോയി ക്ലിയർ ചെയ്ത് വന്നത്. വലിയ കുഴപ്പമില്ല, ഒരു 10 വയസ്സൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നുണ്ട്.